കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെങ്ങ് കൃഷി എങ്ങനെ കേരളത്തിൽ നല്ല രീതിയിൽ ചെയ്യാം, തെങ്ങിൻ്റെ ഇനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, ഏതൊക്കെയാണ് നല്ല ഇനങ്ങൾ, നടീൽ വസ്തുക്കൾ, സ്ഥലം തയ്യാറാക്കലും നടീലും, വളപ്രയോഗം, ജലസേചനം, ബഹുവിള കൃഷി, സമ്മിശ്ര കൃഷി, രോഗനിയന്ത്രണം, കീടനിയന്ത്രണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. കൽപ്പവൃക്ഷമായ തെങ്ങ് കേരളത്തിൻ്റെ കാർഷിക സമ്പദ്ഘടനയിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് തെങ്ങ് കൃഷി പ്രധാന ഉപജീവന മാർഗമാണ്. തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യന് ഉപയോഗപ്രദമാണ്. 2018-19 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 21.5 ലക്ഷം ഹെക്ടർ പ്രദേശത്ത് തെങ്ങ് കൃഷിയുണ്ട്. ഇതിൽ നിന്നുള്ള വാർഷിക ഉൽപ്പാദനം 21,288 ദശലക്ഷം നാളികേരമാണ്. ശരാശരി ഉൽപ്പാദനക്ഷമത ഹെക്ടർ ഒന്നിന് പ്രതിവർഷം 9,897 നാളികേരവുമാണ്. ഇന്ത്യയിൽ തെങ്ങ് കൃഷിയുടെ വിസ്തൃതിയിലും ഉൽപ്പാദനത്തിലും കേരളം ഒന്നാമതാണെങ്കിലും ഉൽപ്പാദനക്ഷമത താരതമ്യേന കുറവാണ്. കഴിഞ്ഞ കുറേ ദശകങ്ങളായുള്ള നിരന്തര ഗവേഷണത്തിലൂടെ കേരോൽപാദനം മെച്ചപ്പെടുത്തുന്നതിന് പ്രയോജനപ്പെടുന്ന ഉൽപ്പാദനശേഷിയ കൂടിയ ഇനങ്ങൾ, വിള പരിചരണ മുറകൾ, ബഹുവിള കൃഷി സമ്പ്രദായങ്ങൾ, സസ്യസംരക്ഷണ രീതികൾ, ഉൽപ്പന്ന സംസ്കരണ രീതികൾ എന്നിങ്ങനെ വിവിധ സാങ്കേതിക വിദ്യകൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. തെങ്ങ് കൃഷി കൂടുതൽ ആദായകരമാക്കുന്നതിനായി ലഭ്യമാക്കിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന ഉൽപ്പാദനക്ഷമത കൈവരിക്കുന്നതിനും കൃഷിച്ചെലവുകൾ കുറയ്ക്കുന്നതിനുമുള്ള സാധ്യതകൾ കർഷകർ പരമാവധി പ്രയോജനപ്പെടുത്തണം. തെങ്ങ് കൃഷിക്ക് യോജിച്ച മണ്ണും കാലാവസ്ഥയും. തെങ്ങ് പ്രധാനമായും ഉഷ്ണമേഖലാ പ്രദേശത്ത് കൃഷി ചെയ്തു വരുന്ന ഒരു വിളയാണ്. വിവിധതരം മണ്ണുകളിലും ഒരു വ്യത്യസ്ത കാലാവസ്ഥാ സാഹചര്യങ്ങളിലും ഇത് വളരുന്നു. സമതലത്തിൽ നിന്ന് 1000 മീറ്റർ ഉയരം വരെയുള്ള പ്രദേശങ്ങളിലും തെങ്ങ് കൃഷി ചെയ്യാം. പ്രതിവർഷം ശരിയായ തോതിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള 200 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ തെങ്ങിൽ നിന്ന് മികച്ച വിളവ് ലഭിക്കുന്നു. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലും നീണ്ട വേനൽ അനുഭവപ്പെടുന്ന ഇടങ്ങളിലും ജലസേചനം നൽകിയാൽ തെങ്ങ് ലാഭകരമായി കൃഷി ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തെങ്ങിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിവിധതരം തെങ്ങ് ഇനങ്ങളുണ്ട്. ഉയരം കൂടിയ നെടിയ ഇനങ്ങൾ, ഉയരം കുറഞ്ഞ കുറിയ ഇനങ്ങൾ എന്നിങ്ങനെ തെങ്ങിനെ 2 വിഭാഗങ്ങളായി തിരിക്കാം. നെടിയ ഇനങ്ങൾ ലോകമെമ്പാടും പൊതുവെ കണ്ടുവരുന്ന ഒരിനമാണ് ഉയരം കൂടിയ ഇനം. സാധാരണഗതിയിൽ ഇവ നട്ടുകഴിഞ്ഞ് 5 മുതൽ 7 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പശ്ചിമ തീര നെടിയ ഇനവും പൂർവ്വതീര നെടിയ ഇനവുമാണ്. ചന്ദ്രകൽപ്പ, കേരചന്ദ്ര, കൽപ്പപ്രതിഭ, കൽപ്പധേനു, കൽപ്പതരു, കൽപ്പമിത്ര, കൽപ്പഹരിത, കൽപ്പശതാബ്ദി, കേരളം എന്നിവയാണ് CPCRIയിൽ നിന്നും പുറത്തിറക്കിയ നെടിയ തെങ്ങിനങ്ങൾ. ബാക്കി തെങ്ങിനങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോയിൽ കൂടെ തെങ്ങിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ, തെങ്ങ് കൃഷി എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒറ്റൊരു വീഡിയോ കൊണ്ട് നമുക്കത് തീർക്കാൻ പറ്റത്തില്ല. ഒന്നിച്ചെല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവുകയില്ല. അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം, നല്ല രീതിയിൽ കൃഷി ചെയ്യാം, നല്ല വളങ്ങൾ ഏതൊക്കെ ചെയ്യാം, കൂമ്പ് ചീലിനൊക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തെങ്ങിൻ്റെ A to Z കാര്യങ്ങൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ എല്ലാ ദിവസവും കാണുക. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.